ഹലോ, അപ്പം നമുക്ക് ഇന്നൊരു ലോങ് വീഡിയോ ആയാലോ. നമ്മുടെ ചാനൽ നമ്മൾ ഏറ്റവും കൂടുതൽ അപ്ലോഡ് ചെയ്യുന്ന ഷോർട്സ് അല്ലേ. അപ്പോൾ ഇന്നൊരു ലോങ് വീഡിയോ ഇരിക്കട്ടെ എന്ന് വിചാരിച്ച് ഈ ലോങ് വീഡിയോയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഞാനും ജാനുട്ടിനോട് ഒന്ന് ദുബായ് വരെ പോവാണ്. ദുബായ് വരെ ഒന്ന് വിചാരിക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും പോലെ ട്രിപ്പ് പോവാണ് കേട്ടോ. അങ്ങനെയൊന്നും വരാം, നമ്മൾ ജസ്റ്റ് എയർപോർട്ട് വരെ പോവാണ് കേട്ടോ. അതിൻ്റെ റീസൺ എന്താണെന്ന് ഞാൻ വഴിയെ പറയാവേ. അപ്പോൾ ഏകദേശം ഒരു 4:30 ആയപ്പോഴത്തേക്ക് ഇതാണ്ട് ഞാനും ജാനും ഒക്കെ എണീറ്റിട്ടുണ്ട്. അപ്പോൾ ഞാൻ റെഡി ആവുന്ന ടൈമും കൊണ്ട് ഏട്ടൻ ജാനുവിനെ റെഡിയാക്കി തന്നിട്ടുണ്ട്. ഏകദേശം ഒരു 5:30 ആയപ്പോഴത്തേക്ക് നമ്മൾ റൂമിൽ നിന്ന് ഇറങ്ങുന്നുണ്ട് കേട്ടോ. അപ്പം രാവിലത്തെ സമയമായതുകൊണ്ട് തന്നെ വലിയ തിരക്കുകളും കാര്യങ്ങളും ഒന്നും ഇല്ലായിരുന്നു. അപ്പോൾ ഏട്ടൻ്റെ ഒരു ഫ്രണ്ട് കൂടിയാണ് കേട്ടോ നമ്മൾ എയർപോർട്ടിൽ ഡ്രോപ്പ് ചെയ്യാൻ പോണത്. അപ്പോൾ നമ്മൾ പോകുന്നതിൻ്റെ റീസൺ വേറൊന്നുമല്ല, ജാനൂട്ടിന ഇവിടെ നിൽക്കുന്നത് വിസിറ്റിംഗ് വിസയിലാണ് കേട്ടോ. അപ്പോൾ 1 year വാലിഡിറ്റി ഉള്ള ഒരു വിസിറ്റിംഗ് വിസയാണ് എങ്കിൽ പോലും നമ്മൾ ഒരു 90 ഡേയ്സിന് ഉള്ളിൽ കുഞ്ഞിനെ വേറൊരു കൺട്രിയിലോട്ട് എക്സിറ്റ് ആവണേ. അപ്പം അതിന് വേണ്ടി പോവാണേ. അപ്പം പോണത് ഞങ്ങൾ ഒരു ട്യൂസ്ഡേ ആണ് കേട്ടോ പോയത്. പക്ഷേ ഏട്ടൻ എന്നോട് പറയണത് മൺഡേ ഈവനിങ് ആണ് എന്നോട് പറയണത് നാളെ വേണം നിങ്ങൾ പോകാനെന്നേ. അപ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കര ടെൻഷനായി, കാരണം ഞാൻ കുറച്ച് വർക്ക്സ് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് ട്യൂസ്ഡേ കൊടുക്കാമെന്നാണ് പറഞ്ഞത്. പക്ഷേ ഈ ഒരു പോണ ടൈമിൽ എനിക്കത് എന്തായാലും ചെയ്യാൻ പറ്റിയില്ല. ഞാൻ അവരെ വിളിച്ചിട്ട് പറഞ്ഞു എനിക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അവർ ഭയങ്കരമായിട്ട് എന്നോട് ഷൗട്ട് ചെയ്തേ, നിങ്ങൾ ഓക്കെ പറഞ്ഞതല്ലേ, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് എന്തായാലും ഞാൻ ഒരുവിധം അവരെ ഹാൻഡിൽ ചെയ്തു. ആ ഒരു ദേഷ്യം ഫുള്ള് ഞാൻ ഏട്ടനുമായിട്ട് അന്ന് രാത്രിയിൽ ഒരു വഴക്കിൽ കൊണ്ട് എത്തിച്ചിട്ടുണ്ടായിരുന്നേ. കാരണം കുറച്ച് നേരത്തേക്ക് മാത്രമാണ് നമ്മൾ അവിടെ പോകണമെങ്കിലും കുഞ്ഞിനെയും കൊണ്ട് പോകുമ്പോൾ നമുക്ക് അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് വെക്കണ്ടേ. അതിനും സമയമില്ല, എൻ്റെ വർക്കും പെൻഡിങ് ആയി. പക്ഷെ കുഞ്ഞിനെ കൊണ്ടുപോകാതിരിക്കാനും പറ്റില്ലല്ലോ. അപ്പോൾ എന്തായാലും എന്ത് പറയട്ടെ എന്നുള്ള രീതിയിൽ ഞാൻ ദാണ്ട് എല്ലാം ഓക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ദാണ്ട് എയർപോർട്ട് എത്തി. അപ്പോൾ ദാണ്ടേ നമ്മളുടെ ചെക്കിംഗ് ഒക്കെ കഴിഞ്ഞ് ബോർഡിംഗ് പാസ് ഒക്കെ കയ്യിൽ കിട്ടിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ജാനൂട്ടിനെ ഞാൻ വിചാരിച്ചു ഉറക്കച്ചടവൊക്കെ കാണും, വഴക്കായിരിക്കുന്നു വിചാരിച്ചു. പക്ഷെ അല്ല കേട്ടോ, ആൾ നല്ല ആക്റ്റീവ് ആയിരുന്നു കേട്ടോ. ആൾ അത്യാവശ്യം നന്നായിട്ട് ഓടിക്കളിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ കൂടുതലും ഞങ്ങൾ ഈ പോകുന്ന ഫ്ലൈറ്റിൽ ഇതുപോലെ എക്സിറ്റ് ആവാനുള്ള ആൾക്കാർ തന്നെ ആയിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് വലിയ പ്രശ്നമൊന്നുമില്ല. കുറേ കുട്ടികളൊക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് ആൾ കുറേ നേരം അവരുടെ കൂടെ ഒക്കെ കളിച്ചു. ഇതിനിടയ്ക്ക് എനിക്ക് ഈ വീണ് കിട്ടുന്ന സൗഭാഗ്യം എന്നൊക്കെ പറയുന്ന പോലെ 2 ഫ്രണ്ട്സിനെ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ബഹ്റൈൻ എയർപോർട്ടിൽ നിന്ന് നമ്മളുടെ ഒരേ വൈബുള്ള ആൾക്കാരെ കിട്ടുന്ന അതൊരു ലക്കല്ലേ. ആ വിശേഷങ്ങളൊക്കെ ഞാൻ വഴിയേ പറയാം കേട്ടോ. അപ്പോൾ എന്തായാലും നാണ്ട് ജാനൂട്ടം വന്നപ്പോൾ തന്നെ ആദ്യം നമ്മൾക്ക് രേഷ്മ എന്ന് പറഞ്ഞ ഒരാളാണ് കേട്ടോ കിട്ടിയത്. ഒരു കുട്ടീനാണ് കേട്ടോ കിട്ടിയത്. കുട്ടിയല്ല, എനിക്ക് ചേച്ചി ആവാനൊക്കെ, ചേച്ചിന്ന് വിളിക്കാനൊക്കെയുള്ള പ്രായമുള്ളതാണ് കേട്ടോ. പക്ഷെ എനിക്ക് അങ്ങനെ പോലും വിളിക്കാൻ തോന്നിയില്ല. നമ്മളിങ്ങനെ ഭയങ്കര ക്ലോസ് ആയിട്ടുള്ളവർക്ക് എടാ പോടാന്നൊക്കെ വിളിച്ച് സംസാരിക്കില്ലേ, ആ ഒരു വൈബിൽ കാര്യം പറയാൻ, അതായത് നമുക്ക് സംസാരിക്കാൻ എനിക്ക് ഭയങ്കര കംഫർട്ടായിട്ടുള്ള ഒരാളായിരുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും അവിടെ ചെന്നപ്പോൾ തന്നെ ജാനു പിന്നെ എന്നെക്കാട്ടിലും കൂടുതൽ ആളുമായിട്ട് കമ്പനിയായി. പിന്നെ ആളുടെ പുറകിലായിരുന്നു കേട്ടോ. അപ്പോൾ ഏകദേശം നമ്മൾ ചെന്ന് ഈ ഒരു 2.5 മണിക്കൂറിനുള്ളിൽ 4 ഗേറ്റ് ചേഞ്ച് ചെയ്തു കേട്ടോ. അപ്പോൾ ഈ ഗേറ്റ് ചേഞ്ചിങ്ങിനിടയ്ക്ക് എനിക്ക് എൻ്റെ അടുത്ത ഫ്രണ്ടിനെയും കിട്ടി കേട്ടോ. ആളുടെ പേര് അഖിലെന്നായിരുന്നു കേട്ടോ. അപ്പോൾ ആൾ ഈ പറഞ്ഞ പോലെ തന്നെ സംസാരിക്കാൻ എനിക്ക് ഭയങ്കര കംഫർട്ടായിരുന്നു. ജാനു ഭയങ്കരമായിട്ട് ഇവർ 2 പേരോട്, രേഷ്മയോടും അഖിലയോടും നല്ല കമ്പനി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ ഈ പറഞ്ഞ പോലെ കുട്ടികളല്ലേ കൂടുതലുണ്ടായിരുന്നത്. അപ്പോൾ ജാനു എന്തായാലും അവരുടെ കൂടെ ജാനു കുറേ നേരമൊക്കെ കളിച്ചു. പക്ഷെ അവരെക്കാട്ടിലും കൂടുതൽ പിന്നെ വന്ന ആൻറ്റിമാരെന്ന് പറഞ്ഞ് ഇവരുടെ കൂടെ ആയിരുന്നു കേട്ടോ ആളുടെ കളി മൊത്തം. പണ്ടെപ്പോഴോ പരിചയമുള്ള ആൾക്കാരുടെ കൂട്ടായിരുന്നു കേട്ടോ ജാനു. അവരുമായിട്ടുള്ള ആ ഒരു കമ്പനിയൊക്കെ ഭയങ്കര ഫ്രീ ആയിട്ട് ജാനു കാര്യം പറയുന്നുണ്ടായിരുന്നു. എന്തൊക്കെയോ വിശേഷങ്ങളൊക്കെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ. കുറേയൊക്കെ അവർക്ക് മനസ്സിലായി, കുറേയൊന്നും അവർക്ക് മനസ്സിലായില്ല കേട്ടോ. അങ്ങനെ നമ്മൾ ഏകദേശം 8:15 കേട്ടോ ബഹ്റൈനിൽ നമ്മളുടെ ഫ്ലൈറ്റ്. നമുക്ക് പോകാനുള്ള ഫ്ലൈറ്റ് വന്ന് കിടപ്പുണ്ട്. അപ്പം നമ്മളുടെ ഈ ജെറ്റ് വേ ഇല്ലേ, അതായത് നമ്മളുടെ ഈ പാസഞ്ചർ ബോർഡിംഗ് ബ്രിഡ്ജ്, ഈ സംഭവം വന്നിട്ട് ഫ്ലൈറ്റിൻ്റെ ഡോറിലേക്ക് ആ ഫിക്സ് ആവുന്ന ഒരു മെക്കാനിസം ഞാൻ ഫസ്റ്റ് ടൈം കാണുകയാണ് കേട്ടോ. അതായത് ഇത്ര ക്ലോസ് ആയിട്ട് നിന്നിട്ട്. അപ്പോൾ സാധാരണ നമ്മൾ വന്ന് കഴിയുമ്പോൾ ഇതുപോലെ വെയിറ്റിംഗ് ഏരിയയിൽ ഇരുന്നിട്ട് ഒന്നെങ്കിൽ ഫോൺ നോക്കുക, ഇങ്ങനെയുള്ള പരിപാടിയൊക്കെയാണോ ഞാൻ ചെയ്യാറുള്ളത്. പക്ഷേ ജാനൂട്ടിന് ഇത് ഭയങ്കര ക്യൂരിയോസിറ്റിയിൽ ഇങ്ങനെ നോക്കിയിരിക്കുന്ന കണ്ടപ്പോൾ ഞാനും ഇങ്ങനെ കുറേ നേരം അത് നോക്കിയിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ജാനു ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറയുന്നുണ്ട്. ദാണ്ടമ്മ ഒരു ഫ്ലൈറ്റ് ഇത് പോയമ്മേ, അത് അങ്ങോട്ട് വന്നമ്മേ, ഇങ്ങോട്ട് വന്നമ്മേ, എന്തായാലും പറഞ്ഞ് നമ്മളുടെ ബോർഡിങ് തുടങ്ങി. അപ്പോൾ ബോർഡിങ് കഴിഞ്ഞ് നമ്മൾ നേരെ ദാണ്ട് ഫ്ലൈറ്റിലേക്ക് കയറുകയാണ് കേട്ടോ. അപ്പം ജാനു ഭയങ്കര ഫ്രീ ആയിട്ട് ഓടി നടക്കുകയാണ് കേട്ടോ. ജാനു ബഹ്റിലേക്ക് വന്ന സമയത്ത് ജാനു ഇങ്ങനെയൊന്നും അല്ലായിരുന്നു. ഭയങ്കര വാശിയും കരച്ചിലും, ഫ്ലൈറ്റിൽ കയറാനുള്ള പേടി, ഇങ്ങനെയൊക്കെ ഭയങ്കര ഇതായിരുന്നു കേട്ടോ. ഈ പ്രാവശ്യം ആൾ ഭയങ്കര ഹാപ്പി ആയിരുന്നു. പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ അവൾക്ക് നേരത്തെ എപ്പോഴോ പരിചയമുള്ള പോലെ കുറേ കുട്ടികളും പിന്നെ അവളുടെ ഈ 2 ആൻറ്റിമാരും അത് അവളെ ഭയങ്കര ഹാപ്പി ആക്കി കേട്ടോ. അപ്പോൾ എന്തായാലും നാണ്ട് നമ്മൾ അകത്തേക്ക് കയറുന്നുണ്ട്. വലിയ തിരക്കൊന്നും ഇല്ലായിരുന്നു കേട്ടോ. ഈ ഫ്ലൈറ്റിൽ പോകുന്നവർ ഫുള്ള് ഞാൻ പറഞ്ഞ പോലെ എക്സിറ്റ് ആവാൻ വേണ്ടി പോകുന്നവരാണ് കേട്ടോ. അപ്പം വലിയ തിരക്കുകളൊന്നും ഇല്ലായിരുന്നു. അപ്പം അവരും കൂളായിട്ട് പോകുന്നു, ജാനൂട്ടിനും ഭയങ്കര കൂളായിട്ട് പോകണം. അതുകൊണ്ട് തന്നെ ഞാനും ഭയങ്കര കൂളായിരുന്നു കേട്ടോ. കാരണം ജാനുമായിട്ട് ഇത്ര ഫ്രീ ആയിട്ട് ഞാൻ ഒട്ടും ബുദ്ധിമുട്ടൊന്നും അനുഭവിക്കാതെ ഭയങ്കര ഫ്രീ ആയിട്ട് പോയൊരു യാത്രയായിരുന്നു കേട്ടോ ഇത്. സാധാരണ ജാനു എന്തെങ്കിലുമൊക്കെ വാശി കാണിക്കും, ഇല്ലേ കുറുമ്പ് കാണിക്കും, കരയും, ഇങ്ങനെയുള്ള പരിപാടിയൊക്കെയാണ് കേട്ടോ.
ഇവിടെ അങ്ങനെയൊന്നും ഇല്ലായിരുന്നു. പിന്നെ ഇടയ്ക്ക് വാശി പിടിച്ചു എനിക്ക് ആൻറ്റിമാരുടെ കൂടെ പോയിരിക്കണം എന്ന്. പിന്നെ ഞാൻ കാർട്ടൂണൊക്കെ വെച്ച് കൊടുത്തു കേട്ടോ. പിന്നെ അതിനിടയ്ക്ക് എന്താണ് എന്നോട് പറഞ്ഞു എനിക്ക് വാഷ്റൂം പോകണമെന്ന് പറഞ്ഞേ. അപ്പം ജാനുവിൻ്റെ സ്വഭാവമുണ്ട്, വാഷ്റൂം നീറ്റ് അല്ല എങ്കിൽ ഒരുപാട് കൺജസ്റ്റഡ് ആയിട്ടിരിക്കുന്ന സ്പേസിലൊന്നും ജാനു പോകാറില്ല കേട്ടോ. ജാനുവിന് അങ്ങനെയൊക്കെയുള്ള ഒരു പേടിയുള്ള ആളാണ്. അപ്പോൾ ഫ്ലൈറ്റിലെ ബാത്റൂം എപ്പോഴും അങ്ങനെ ആയതുകൊണ്ട് എനിക്ക് കൊണ്ടുപോകാനൊരു പേടി ഉണ്ടായിരുന്നു. ഇനി അതിൻ്റെ പേര് കരയുമോ മീൻസ് ഫ്ലൈറ്റിലെ ബാത്റൂം നീറ്റ് അല്ല എന്നല്ല, അത് കുറച്ച് കൺജസ്റ്റഡ് ആയിട്ടുള്ളൊരു സ്പേസ് ആയതുകൊണ്ട് മോൾക്കൊരു ബുദ്ധിമുട്ടുണ്ടാവും എന്ന് എനിക്ക് തോന്നിയത് കൊണ്ടാണ്. അപ്പോൾ അതിനിടയ്ക്ക് നമ്മുടെ ഈ സേഫ്റ്റി ഇൻസ്ട്രക്ഷൻസ് ഒക്കെ ഈ ഒരു കാർട്ടൂൺ പോലൊക്കെ കണ്ടപ്പോൾ ആൾ ഭയങ്കര കൂളായി വാഷ്റൂം പോകുന്ന കാര്യം മറന്നുപോയി. പിന്നെ വാച്ചിൽ ടൈം നോക്കുകയാണ്, എപ്പോഴാണ് അമ്മ ഇത് ടേക്ക് ഓഫ് ആവുന്നത്, ഞാനൊന്ന് ഉറങ്ങട്ടെ എന്നൊക്കെ ചുമ്മാ എക്സ്പ്രഷൻ ഇടുന്നതാണ് കേട്ടോ ആൾ, ഉറങ്ങുമെന്നല്ല. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ എന്തായാലും നമ്മുടെ ഫ്ലൈറ്റ് മൂവ് ആയിട്ടുണ്ട്. അപ്പം എന്താണ് നമ്മൾ ഈ വിൻഡോ സീറ്റിലാണ് ആ ഒരു ടേക്ക് ഓഫ് ഒക്കെ നമുക്കൊന്ന് എന്താണ് വീഡിയോ ഒക്കെ എടുത്ത് ഇങ്ങനെ സെറ്റായിട്ട് ഇരിക്കുക എന്ന് വിചാരിച്ചപ്പോൾ എൻ്റെ മോളുടെ അടുത്തുനിന്ന് അടുത്ത ക്വസ്റ്റ്യൻ വന്നു. ക്വസ്റ്റ്യൻ വേറെ ഒന്നുമല്ല, അമ്മേ നമ്മളന്ന് ന്യൂസിൽ കണ്ട പോലെ ഫ്ലൈറ്റ് ഇങ്ങനെ പോകുമ്പോൾ പൊട്ടിത്തെറിച്ച് പോവുക അമ്മയെന്ന്. അയ്യോ, ആ ഒരു സമയം എൻ്റെ അടുത്തിരുന്ന മലയാളീസ് ഉണ്ട്, അവർക്ക് ചിരിയും വരുന്നുണ്ട്, അവരുടെ ഫേഷ്യൽ എക്സ്പ്രഷൻ മാറിയത് ആ ഒരു മൊമെൻറ്റിലായിരുന്നു കേട്ടോ. വേറെ ഒന്നുമില്ല, ആ ഒരു ന്യൂസ് കണ്ട സമയത്ത് ഞാനും ചിന്തിച്ചിട്ടുണ്ട്, അയ്യോ നമ്മളിനി എങ്ങനെ ഫ്ലൈറ്റിൽ കയറും. കാരണം എല്ലാ ഫ്ലൈറ്റും അങ്ങനെ സംഭവിക്കുന്നതല്ല, പക്ഷെ ആ ഒരു വീഡിയോ, ആ ഒരു ന്യൂസ് അതൊക്കെ വായിച്ചു കഴിഞ്ഞപ്പോൾ ആ ഒരു ട്രോമ നമുക്ക് എല്ലാവർക്കും ഉള്ളിലുണ്ടല്ലോ, അതൊന്ന് കണ്ടതിൻ്റെ ആ ഒരു പേടി. അപ്പോൾ അതെല്ലാവരെയും പോലെ എൻ്റെ ഉള്ളിലും ഉണ്ട്, എൻ്റെ അടുത്തിരുന്ന പാസഞ്ചേഴ്സിൻ്റെ ഉള്ളിലുണ്ടെന്ന് എനിക്ക് മനസ്സിലായി കേട്ടോ. അപ്പോൾ ഞാൻ ജാനുവിനോട് പറഞ്ഞു, ജാനു അങ്ങനെയൊന്നും പറയില്ല, ഇത് അങ്ങനെയൊന്നും സംഭവിക്കില്ല എന്നൊക്കെ പറഞ്ഞ് അവിടെ ഇരുത്തി കേട്ടോ. ടേക്ക് ഓഫ് ആയി കഴിഞ്ഞപ്പോഴത്തേക്ക് സീറ്റ് ബെൽറ്റ് ഒക്കെ ഊരിയിട്ട് ആൾ തുടങ്ങി കേട്ടോ. ഓരോ പരാക്രമണം, എനിക്ക് നിൽക്കാനും ചാട്ടവും ബഹളവും എല്ലാം തുടങ്ങി. പിന്നെ ഞാൻ ആളെ വാഷ്റൂമിൽ കൊണ്ടുപോയി കേട്ടോ. കാരണം വാഷ്റൂം പോകണമെന്ന് പറഞ്ഞ് പിന്നെ കൊണ്ടുപോയിരിക്കുന്നത് ശരിയല്ലല്ലോ. വാഷ്റൂം ഒക്കെ കൊണ്ടുപോയി വന്നതാണ്ട് ഞാൻ ഈ ഒരു സീനറി അങ്ങോട്ട് ഭയങ്കര ആസ്വദിച്ച് വരികയും എൻ്റെ മോള് ദാ കിടക്കുന്ന അടുത്ത ക്വസ്റ്റ്യൻ വേറെ ഒന്നുമല്ല, അമ്മ ഇത് കടലാണോ അമ്മ, നമ്മുടെ ഫ്ലൈറ്റ് കടലിൽ മുങ്ങി പോകാൻ പോവാണോ എന്ന് ഇത് ചോദിക്കുന്നത് തൊട്ടടുത്തിരിക്കുന്നത് കേട്ടപ്പോഴും അവർ ഇതുപോലെ തന്നെ അവർക്ക് ചിരിക്കണോ പിന്നെ ഉള്ളിൽ എന്താണെന്ന് നമുക്ക് അറിയാൻ പറ്റില്ലല്ലോ. അപ്പം ഞാൻ എപ്പോഴും ഇങ്ങനെ വിചാരിക്കാറുണ്ട്, ഈ പിള്ളേർക്ക് ഈ സംശയങ്ങളൊക്കെ ഇത് എങ്ങനെ വരുന്നല്ലേ. എൻ്റെ ജാനു മാത്രമല്ല, ഒരു ഏജ് കഴിയുമ്പോൾ ഈ പിള്ളേരൊക്കെ ഓരോ സംശയങ്ങൾ ചോദിക്കാൻ തുടങ്ങും. ഞാൻ പലപ്പോഴും വിചാരിച്ചിട്ടുണ്ട് ഇവരിതൊക്കെ എങ്ങനെ ചിന്തിച്ചെടുക്കുന്നതെന്ന്. ചില സമയത്ത് ഞാൻ ജാനുവിനെ പഠിപ്പിക്കാനിരിക്കുമ്പോൾ, അതായത് മലയാള അക്ഷരങ്ങൾ ഇംഗ്ലീഷ് അക്ഷരങ്ങൾ പഠിക്കുമ്പോഴും മലയാള അക്ഷരത്തിലെ ട എന്ന അക്ഷരവും ഇംഗ്ലീഷിലെ എസ് എന്നുള്ള അക്ഷരവും ഇല്ലേ, അപ്പോൾ ജാനു പറയും ഇത് ഒരുപോലല്ലേ ഇരിക്കുന്നത്, പിന്നെ എന്തിനാ രണ്ട് പേരിൽ വിളിക്കുന്നത്, ഇമാതിരി സംശയങ്ങളൊക്കെയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും സംശയങ്ങളൊക്കെ ഞാൻ പരിഹരിച്ച് കഴിഞ്ഞിട്ട് ഒരു മഫിൻ കഴിക്കാൻ കൊടുത്തു കേട്ടോ. അപ്പം മഫിൻ കഴിക്കാൻ കൊടുത്തപ്പോൾ പുറയിൽ ഒരു ജാനുവിൻ്റെ ഫ്രണ്ട് ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ ആ കുട്ടിക്ക് ഷെയർ ചെയ്തിട്ടാണ് കേട്ടോ കഴിച്ചത്. ഇത് ജസ്റ്റ് കൈ വെച്ച് കഴിക്കുന്ന ആവശ്യമേ ഉള്ളൂ, പക്ഷേ ആൾ താണ്ട് ആ ട്രേ ഒക്കെ അങ്ങോട്ട് എടുത്ത് വെച്ചിട്ട് ഭയങ്കര സ്റ്റൈലിൽ കഴിക്കുന്നുണ്ട്. സ്റ്റൈല് മാത്രമേ ഉള്ളൂ കേട്ടോ, വളരെ കുറച്ച് മാത്രം അകത്ത് പോയി, ബാക്കി ഫുള്ള് ഇതാണ്ട് താഴെയും കളഞ്ഞിട്ടുണ്ട് കേട്ടോ. പിന്നെ എന്നോട് പറയുന്നത് ഞാൻ അവർക്ക് കൊടുക്കട്ടെ അമ്മ, ഞാൻ ഇവർക്ക് കൊടുക്കട്ടെ അമ്മ, ഫുഡ് ഷെയർ ചെയ്യണോ അമ്മ, അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ നമ്മൾ ആക്ച്വലി ഫ്ലൈറ്റിൽ ഫുഡ് ബുക്ക് ചെയ്തിട്ടില്ല, പക്ഷേ എൻ്റെ കോ പാസഞ്ചേഴ്സൊക്കെ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ കുട്ടികൾക്കൊക്കെ നമ്മൾ പിന്നെയും അവർ ഫുഡ് കഴിച്ചിട്ടിരിക്കുകയാണ്. അപ്പോൾ പിന്നെയും ജാനു കൊണ്ട് കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ എന്നുള്ളത് കൊണ്ട് ഞാൻ പറഞ്ഞു വേണ്ട മോള് കഴിച്ചോളാൻ പറഞ്ഞു കേട്ടോ. അപ്പോൾ എന്തായാലും അതൊക്കെ കഴിഞ്ഞ് എന്നാൽ കുറച്ച് നേരം ഉറങ്ങ് ജാനു എന്ന് പറഞ്ഞിട്ട് കേൾക്കണ്ടേ, വേണ്ട എനിക്കങ്ങ് ഉറങ്ങണ്ട അമ്മ, അങ്ങനെ ഇങ്ങനെ ശരി കാർട്ടൂൺ വെച്ച് തരട്ടെ, കാർട്ടൂൺ വേണ്ടെന്ന് പറയുന്നുണ്ട് കേട്ടോ. ഞാൻ ഇങ്ങനെ ഇരുന്നോളാം, ഇല്ല ഞാനൊന്ന് നടക്കട്ടെ, ഇമ്മാതിരി വർത്താനമാണ്, ഞാനില്ല ആൻറ്റി എടുക്ക പോയി ഇരിക്കട്ടെ, എങ്ങനെയെങ്കിലും ഇവളെ ഒന്ന് പിടിച്ചിരുത്താൻ പെട്ട പാട് എനിക്ക് മാത്രമേ അറിയൂ കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞാൻ താരം ഈ സ്ക്രീനിലേക്കാണ് കേട്ടോ പോയത്. ഞാൻ ഇതുവരെ ഫ്ലൈ ചെയ്തിട്ടുള്ള ഫ്ലൈറ്റിൽ വെച്ചിട്ട് വർക്കായി കിട്ടിയത് ഈ ഒരു ഫ്ലൈറ്റിൽ മാത്രമാണ് കേട്ടോ, ഈ ഒരു സ്ക്രീൻ വർക്കായിട്ടിരുന്നത്. അപ്പോൾ ഒരു ഫാഷൻ മാഗസീൻ ഓപ്പൺ ചെയ്ത് നോക്കി, ഇതേത് ഭാഷ, അപ്പോൾ അത് മാറ്റി നമുക്ക് പറ്റിയ പരിപാടിയില്ലെന്ന് മാറ്റിക്കൊണ്ട് താണ്ട നമ്മളുടെ സ്റ്റാൻഡേർഡിന് പറ്റിയൊരു ഗെയിം ഞാൻ ഫൈൻഡ് ഔട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ താണ്ട പണ്ട് നമ്മൾ നോക്കിയ കീപാഡ് ഫോണിൽ നമ്മുടെ എന്താണ് പാമ്പ് ആപ്പിൾ വിഴുങ്ങുന്ന ഗെയിമില്ലേ, പക്ഷേ ഇവിടെ പാമ്പ് മുട്ടയാണ് കേട്ടോ വിഴുങ്ങുന്നത്. മാത്രമല്ല അതിനകത്തില്ലാത്ത പശുമ്പേക്ക് ഇതിനകത്തിരിപ്പുണ്ടായിരുന്നത്. അപ്പോൾ എന്തായാലും അത് കുറേ കളിച്ചുകൊണ്ടിരുന്ന ഓരോ ലെവൽ കഴിയും തോറും ഈ പശുമ്പാട് എണ്ണം കൂടി വരികയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും വളരെ വലിയ ലെവലുകൾ വരെ ഒന്നും പോകേണ്ടി വന്നില്ല. അതിനു മുമ്പ് നമ്മൾ ദുബായ് ലാൻഡ് ആയിട്ടുണ്ട് കേട്ടോ, ലാൻഡ് ആവാൻ പോകണം. അപ്പം ഞാൻ ട്രാവൽ ചെയ്യുന്ന എൻ്റെ ആദ്യത്തെ, അതായത് ഇന്ത്യ വിട്ട് ഞാൻ സഞ്ചരിക്കുന്ന എൻ്റെ ആദ്യത്തെ ഒരു കൺട്രി എന്ന് പറയുന്നത് ബഹ്റിൻ ആണ് കേട്ടോ. അപ്പോൾ ബഹ്റിൻ വളരെ ചെറിയൊരു രാജ്യമായതുകൊണ്ട് തന്നെ ലാൻഡ് ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്ന ആ ഒരു വിഷ്വൽസ്, ആ ഒരു വ്യൂസും വളരെ കുറവായിരിക്കും കേട്ടോ. അത് വിട്ടിട്ട് നമ്മൾ ദുബായ് പോലൊരു വലിയ രാജ്യത്തെ ആ ഒരു ലാൻഡിങ് കാണുമ്പോൾ ഉള്ള എക്സ്പീരിയൻസ് അതൊന്ന് വേറെ ആയിരുന്നു കേട്ടോ. കാരണം ഞാൻ
എൻ്റെ ഒരു മൈൻഡിൻ്റെ ഇത് വെച്ച് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ വീഡിയോസിലൊക്കെ മാത്രം കണ്ടിട്ടുള്ള ആ ഒരു വ്യൂ ഞാൻ ആ നേരിട്ട് കാണുന്നതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് കേട്ടോ. നമ്മൾ ഇങ്ങനൊരു ആവശ്യത്തിന് വേണ്ടിയാണ് വന്നതെങ്കിൽ പോലും അയ്യോ ഇത് കാണാൻ പറ്റിയല്ലോ, ഇത് കാണാനുള്ള ഒരു ലക്ക് ഉണ്ടായല്ലോ എന്ന് ഞാൻ ആ ഒരു മൊമെൻറ്റിൽ എൻ്റെ മനസ്സിൽ ചിന്തിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. കാരണം ഞാൻ ഈ പറഞ്ഞ പോലെ ഒരു ചെറിയ രാജ്യത്ത് നിന്ന് നമ്മൾ വേറൊരു വലിയ രാജ്യത്തേക്ക് വരുമ്പോൾ അത് നമ്മൾ നേരിട്ട് കാണാൻ പറ്റുന്ന ആ ഒരു എക്സൈറ്റ്മെൻറ്റ് ഏറെക്കുറേക്ക് അങ്ങനെ പറഞ്ഞൊപ്പിക്കുക കേട്ടോ. എൻ്റെ മനസ്സിൽ ഇങ്ങനെയല്ല പറയണമെന്നുള്ളത്, പക്ഷേ എൻ്റെ വായിൽ ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ എന്തായാലും നമ്മൾ ലാൻഡ് ആയിട്ടുണ്ട്. ലാൻഡ് ആയ ഉടനെ തന്നെ ജാനു ഭയങ്കര കാര്യമായിട്ട് ഇറങ്ങി പോകുന്നത് ആൻറ്റിമാരെ തപ്പിയാണ് കേട്ടോ. അപ്പോൾ ജാനുവിൻ്റെ വിചാരം നമ്മൾ എയർപോർട്ടിൽ നിന്ന് പുറത്തു പോയി നമ്മൾ കറങ്ങാൻ പോകും ഇങ്ങനെയൊക്കെയാണ് കേട്ടോ വിചാരിക്കേണ്ടത്. അച്ചുവിനെ കാണണം എന്നൊക്കെയാണ് പറയുന്നത്. അച്ചു ജാനുവിൻ്റെ കൊച്ചയാണ് കേട്ടോ. എൻ്റെ ഹസ്ബൻഡിൻ്റെ കസിനാണ് അച്ചു. അപ്പോൾ അച്ചു ദുബൈയിലാണ് ഉള്ളത്. അച്ചുവിനെ കാണാൻ പോവാണെന്നും പറഞ്ഞാണ് എൻ്റെ ജാനുവിന് ഇത്ര കാര്യമായിട്ട് പോണത് കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് ടെർമിനലിലേക്ക് പോകാനുള്ള ബസ്സിലൊക്കെ നമ്മൾ കയറി ഇരിക്കുന്നുണ്ട്. അപ്പോൾ ജാനു ചോദിക്കും നമ്മൾ ഈ ബസ്സിലാണോ ദുബായ് കാണാൻ പോകുന്നതെന്നാണ് കേട്ടോ. പിന്നെ ഇതിനിടയ്ക്ക് ഞാൻ പറഞ്ഞ പോലെ ഭയങ്കര ഒരു ബ്ലെസ്സിങ് പോലെയാണ് കേട്ടോ എനിക്ക് ആ 2 ഫ്രണ്ട്സിനെ കിട്ടിയത്. അപ്പോൾ അവരുമായിട്ട് ജാനു ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞിട്ട് നമ്മൾ അവിടെ അല്ല പോകുന്നത് ഇവിടെയാണ് പോണത് എന്നിങ്ങനെയൊക്കെ പറയുന്നുണ്ട്. ജാനു പറയുന്ന പകുതി കാര്യങ്ങൾ അവർക്ക് മനസ്സിലാവുന്നില്ല കേട്ടോ, അത് വേറൊരു കാര്യം. അപ്പോൾ നമ്മൾ എന്തായാലും എയർപോർട്ടിൽ വന്നിട്ട് ഫസ്റ്റ് എന്നതാണ് ഇപ്പോൾ ഒരു കോഫിയൊക്കെ വാങ്ങിയിട്ടുണ്ട് കേട്ടോ. കാരണം ഒന്നും കഴിച്ചിട്ടില്ല. അപ്പോൾ നമ്മൾ 3 പേരുടെ ഈ കോഫിയും പിന്നെ കുറച്ച് സ്നാക്സൊക്കെ വാങ്ങിച്ച് കഴിച്ചു. ഹെവി ആയിട്ടൊന്നും കഴിക്കാൻ നിന്നില്ല കേട്ടോ. പിന്നെ നമുക്ക് ഏകദേശം 7 hours ആണ് കേട്ടോ ഇവിടെ ലേ ഓവർ. നമ്മളിവിടെ ലാൻഡ് ചെയ്തത് 9:15 കേട്ടോ. 9:15, 9:30 ആ ഒരു ടൈമിലാണ് ലാൻഡ് ചെയ്തത്. നമുക്ക് ഫ്ലൈറ്റ് ഇനി 5:30 കേട്ടോ. 5:15 പറഞ്ഞത്, പക്ഷേ 5:30 ഫ്ലൈറ്റ് എടുത്തത്. അപ്പോൾ ഏകദേശം ഒരു 7 hours ലേ ഓവർ ഉണ്ടായിരുന്നു. അപ്പം എങ്ങനെ ഇവിടെ ഈ ഒരു 7 മണിക്കൂർ കടിച്ചു പിടിച്ച് ജാനുവിനെയും കൊണ്ട് ഞാൻ ഇരിക്കുമെന്ന് ചിന്തിച്ചാണ് കേട്ടോ ഞാൻ ഇങ്ങോട്ട് വന്നത്. പിന്നെ ഈ പറഞ്ഞ പോലെ എനിക്ക് രേഷ്മ അഖിലയും കിട്ടിയതുകൊണ്ട് ഈ 7 മണിക്കൂർ ഒരു 2 മണിക്കൂർ പോലും ആയിട്ട് എനിക്ക് തോന്നിയില്ല കേട്ടോ. അത്ര പെട്ടെന്ന് സമയം പോയി. നോർമലി നമ്മളിങ്ങനെ പോകുമ്പോൾ ആരെങ്കിലും പരിചയപ്പെടുമെങ്കിൽ ഇങ്ങനെയുള്ള ഒരു ബോണ്ട് എനിക്ക് ഇതുവരെ ആരോടും തോന്നിയിട്ടില്ല. പക്ഷേ ഇവർ 2 പേരോടും എനിക്ക് അങ്ങനെയല്ലായിരുന്നു കേട്ടോ. എനിക്ക് അത്ര ഫ്രീ ആയിട്ട് സംസാരിക്കായിരുന്നു. എൻ്റെ അതേ വൈബ് തന്നെ ആയിരുന്നു കേട്ടോ അവർക്ക് 2 പേർക്കും. അപ്പോൾ ഞങ്ങൾ ഓരോ വിശേഷങ്ങളൊക്കെ പറഞ്ഞു. പിന്നെ ഡ്യൂട്ടി ഫ്രീയിലൊക്കെ കയറി കേട്ടോ. അപ്പോൾ ജാനു കണ്ണിൽ കാണുന്ന ചോക്ലേറ്റ് ഫുൾ എടുത്തിട്ട് വരുവാണേ. ഇതിപ്പോൾ നമുക്ക് ബഹ്റൈൻ കിട്ടാത്ത സാധനമൊന്നും അല്ലല്ലോ. ഇവൾ ഓരോന്ന് എടുത്തിട്ട് വരുന്നു, അതെടുത്തതാ ഇതെടുത്ത് ഒന്നും എടുത്ത് തന്നില്ല എനിക്ക് വേണ്ട എന്നൊക്കെ പറഞ്ഞ് പിണങ്ങിയൊക്കെ നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ അതാണ്ട് ഈ ഒരു ചോക്ലേറ്റ് എന്തായിരുന്നു ആ ചോക്ലേറ്റിൻ്റെ പേര് ഞാൻ മറന്നു കേട്ടോ. ഇത് വേണം എന്ന് പറഞ്ഞായിരുന്നു ആൾ ഇടിയിട്ടത് മൊത്തം. പക്ഷേ ഇത് ബഹ്റൈനിലെ ഓഫറിൽ ഒരു 1 ബീഡിക്കൊക്കെ കിടക്കുന്നു. ഇവിടെ വന്നപ്പോൾ ഇത് ഏകദേശം 4.5 ബീഡി ആവുന്നുണ്ട് കേട്ടോ. അപ്പം ഞാൻ പിന്നെ അതൊന്നും എടുത്തില്ല. പിന്നെ ഞാൻ നോക്കി നമുക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് വാങ്ങിക്കാൻ പറ്റുന്ന വെറൈറ്റി ചോക്ലേറ്റ്സ് എന്തെങ്കിലും ഉണ്ടോ എന്നൊക്കെ ഞാൻ നോക്കി. ഞാൻ ഏതെടുക്കുന്നത് അതൊന്നും അല്ലാത്തതാണ് കേട്ടോ ജാനു എടുത്തിട്ട് വരുന്നത്. എന്തായാലും എന്നോട് പിണങ്ങി ഇറങ്ങി വെളിയിലൊക്കെ പോയി. എങ്കിലും ഞാൻ ജാനുവിന് 2-3 ചോക്ലേറ്റ്സ് ഒക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് വന്ന് നമ്മളിവിടെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് കേട്ടോ. വെയിറ്റ് ചെയ്തിരുന്നപ്പോൾ എനിക്ക് തോന്നിയ വേറൊരു കാര്യം ഞാൻ പറയട്ടെ. സംഭവം വേറൊന്നുമല്ല, നമ്മൾ ഈ വീഡിയോസിലൊക്കെ കാണുന്ന ആ ഒരു ദുബൈ എയർപോർട്ടും നമ്മൾ ചെന്നിരുന്ന ആ ടെർമിനലും തമ്മിൽ വലിയ വ്യത്യാസം ഉണ്ടായിരുന്നു കേട്ടോ. കാരണം എല്ലാവരും പറയുന്നത് കേൾക്കാം ദുബൈ എയർപോർട്ട് അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞ് ഞാൻ ഒരിക്കൽ കണക്ഷൻ ഫ്ലൈറ്റിന് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് തോന്നാത്തൊരു ഫീൽ ഇവിടെ എനിക്ക് ഒരുമാതിരി നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ ഈ ബംഗാളികളൊക്കെ കൂടി ഇങ്ങനെ ഇരുന്നിട്ട് ചില നോർത്ത് ഇന്ത്യയിൽ പോകുന്ന ചില റെയിൽവേ സ്റ്റേഷനില്ല ആ ഒരു ഫീലായിരുന്നു എനിക്ക് കേട്ടോ ഇവിടെ കിട്ടിയത്. കാരണം എനിക്കറിയില്ല ഇങ്ങനെ ഈ എക്സിറ്റ് ആവാൻ വരുന്ന ആൾക്കാരാണോ അതോ ഡൊമസ്റ്റിക് ആണെന്ന് പറയാൻ പറ്റുമോ എനിക്കറിയില്ല. ടെർമിനൽ 2 കേട്ടോ ഞങ്ങൾ പോയിരുന്നത്. ഒരുപാട് ആൾക്കാരായിരുന്നു കേട്ടോ. ഇരിക്കാൻ പോലും ഞങ്ങൾ ആദ്യം വന്ന സമയത്ത് സ്ഥലമില്ലായിരുന്നു കേട്ടോ. പിന്നെയാണ് നമുക്ക് സ്പേസ് കിട്ടിയത്. ഒരു എയർപോർട്ട് എന്നുള്ള ഫീല് ശരിക്കും അവിടെ ഇല്ലായിരുന്നു. എനിക്ക് ശരിക്കും ഒരു റെയിൽവേ സ്റ്റേഷൻ പോയിരിക്കുന്ന ഫീലാണ് കേട്ടോ കിട്ടിയത്. അമ്മാതിരി ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ പല സ്ഥലങ്ങളിൽ നിന്നുള്ള. ഇതിനിടയ്ക്ക് ജാനൂട്ടൻ ഇരുന്നും കിടന്നും ഒക്കെ കുറേ നേരം ഫോണൊക്കെ നോക്കുന്നുണ്ട് കേട്ടോ. കാരണം നമുക്ക് കുറച്ച് ഫ്രീ ആയിട്ടിരിക്കാൻ ഈ ഒരു സമയത്താണ് സമയം കിട്ടിയത്. അതായത് നമുക്ക് കുറച്ച് ചെയറൊക്കെ കിട്ടിയത്. അതുവരെ അത്രയ്ക്ക് റഷായിരുന്നു കേട്ടോ. ഒരു ഫ്ലൈറ്റ് പോയി കഴിഞ്ഞപ്പോഴാണ് നമുക്ക് ഇത്രയും സ്പേസ് കിട്ടിയത്. അപ്പോൾ അത് ജാനു നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും 7 മണിക്കൂറിൻ്റെ കുത്തിയിരിപ്പിന് ശേഷം നമ്മൾ അടുത്ത ഫ്ലൈറ്റിൽ കയറാൻ പോവാണ് കേട്ടോ. അപ്പോൾ ബോർഡിങ് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിനും അത്യാവശ്യം നല്ല ക്യൂ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ കൂടെ ഇങ്ങോട്ട് വന്ന ഫ്ലൈറ്റിലുള്ളവർ 2 മണിക്കത്തെ ഫ്ലൈറ്റിൽ തിരിച്ച് ബഹ്റിന് പോയി കേട്ടോ. ഞങ്ങൾ ഒരു 4 പേർക്ക് മാത്രമായിരുന്നു കേട്ടോ ഈ ഒരു 7 hours ലേ ഓവർ. ബാക്കിയുള്ളവർക്കൊക്കെ വേറൊരു ഫ്ലൈറ്റിൽ ടിക്കറ്റ് കിട്ടി അവരങ്ങനെ പോയി കേട്ടോ. നമ്മൾ മുന്നത്തെ ദിവസം ബുക്ക് ചെയ്തുകൊണ്ടായിരിക്കും നമുക്ക് ഈ ഒരു ഫ്ലൈറ്റ് കിട്ടിയത്. അപ്പോൾ എന്തായാലും നമ്മൾ വന്നിരുന്നിട്ടുണ്ട്. നമ്മൾക്ക് ഏറ്റവും ബാക്കിലെ സീറ്റായിരുന്നു കേട്ടോ. നമ്മുടെ ക്യാബിൻ ക്രൂ ഫുഡൊക്കെ സെറ്റ് ചെയ്ത ഒരു ഇതാണ് കേട്ടോ കാണുന്നത്. ഇതൊക്കെ നോക്കിയിട്ട് ഞാൻ തിരിഞ്ഞു നോക്കാൻ നേരത്ത് നമ്മുടെ ജാനൂട്ടൻ നല്ല ഉറക്കമായി കേട്ടോ. പിന്നെ ഞാൻ ആളെ ഒന്നും കംഫർട്ടായിട്ട് ഇരുത്തി. കാരണം ഞാൻ ജാനൂട്ടൻ്റെ നെക്ക് പില്ലോ ഒന്നും എടുത്തിട്ടില്ലായിരുന്നു കേട്ടോ. ഒരു 1 hour ഫ്ലൈറ്റല്ലേ ഉള്ളൂ എന്നുള്ള
എന്നുള്ള രീതിയിലാണ് ഞാൻ എടുക്കാഞ്ഞത്. പിന്നെ ഇങ്ങോട്ട് വന്നപ്പോൾ എന്താണ് ഗെയിം കളിച്ചെങ്കിൽ അങ്ങോട്ട് പോയപ്പോൾ മാപ്പ് നോക്കി പോകാമെന്ന് വിചാരിച്ചോട്ടെ. നമ്മൾ റോഡ് മാപ്പ് ഗൂഗിൾ മാപ്പ് അല്ലേ കണ്ടിട്ടുള്ളൂ, ഇനി നമുക്ക് സ്കൈ മാപ്പ് കൂടി കാണാമല്ലോ എന്നുള്ള രീതിയിൽ ഞാൻ അതൊക്കെ എടുത്ത് സെറ്റ് ചെയ്ത് വെച്ചിരുന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ ആസ് യൂഷ്വൽ നമ്മളുടെ സേഫ്റ്റി ഇൻസ്ട്രക്ഷൻസ് ഇതൊന്നും ജാനും അറിയുന്നില്ല കേട്ടോ, ആൾ നല്ല ഉറക്കമായിരുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും ഇങ്ങോട്ട് ഉള്ളത് എനിക്ക് കുറച്ച് ബോറിംഗ് ആയിട്ട് തോന്നി കേട്ടോ, കാരണം നേരത്തെക്കാട്ടിലും ഫ്ലൈറ്റ് ഭയങ്കര റഷായിരുന്നു. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഇങ്ങോട്ടത് കുറച്ച് ബോറിംഗ് ആയിട്ട് തോന്നി കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മുടെ എമിഗ്രേഷൻ പ്രോസസ്സൊക്കെ ഭയങ്കര ഈസി ആയിട്ടെല്ലാം കഴിഞ്ഞ് നമ്മൾ പുറത്തിറങ്ങി ജാനൂട്ടൻ ആൻറ്റിമാരെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് കേട്ടോ. അപ്പം ഞങ്ങളുടെ കൂടെ വന്ന് ഒരാൾക്ക് എമിഗ്രേഷനിൽ ചെറിയൊരു ഇഷ്യൂ ഉണ്ടായിട്ട് ആ എമിഗ്രേഷൻ ഓഫീസിലേക്ക് പറഞ്ഞു വിട്ടു ആളെ കേട്ടോ. അപ്പം ഞങ്ങൾ ആളെ കുറേ നേരം അവിടെ നോക്കി നിന്നു. അപ്പം നമ്മളുടെ കൂടെ വന്നേല്ലേ ഒറ്റയ്ക്ക് ഇട്ടിട്ട് പോകാനൊരു ബുദ്ധിമുട്ട്. പിന്നെ അഖിലയുടെ ഹസ്ബൻഡ് വന്നുകൊണ്ട് അഖില പോയി ഞാനിവിടെ നിൽക്കാം, ആളുടെ വിശേഷം എന്താണ് അകത്ത് സംഭവം എന്ന് അറിഞ്ഞിട്ട് വരാമെന്നുള്ള രീതിയിൽ ഞാനവിടെ നിന്നു കേട്ടോ. അങ്ങനെ നിന്ന് കുറേ കഴിഞ്ഞപ്പോഴത്തേക്ക് ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഫോൺ ഓഫായിപ്പോയി കേട്ടോ. പിന്നെ ഞാൻ കാറിൽ കയറിയിട്ട് ചാർജ് ചെയ്തിട്ടാണ് കേട്ടോ പിന്നെ ബാക്കി ഈ വീഡിയോസൊക്കെ എടുത്തത്. അപ്പോൾ എന്തായാലും നമ്മുടെ ഫ്രണ്ടിന് കുഴപ്പമൊന്നും വന്നില്ല, ജസ്റ്റ് ഹോട്ടൽ ബുക്കിംഗ് കാണിച്ചപ്പോൾ ആളെ പുറത്ത് വിട്ടിട്ടുണ്ടെന്നാണ് കേട്ടോ പറഞ്ഞത്. എനിക്കൊരു കാര്യം പറയാനുള്ളത്, ഞാൻ അധികം ലോങ് വീഡിയോസ് എടുത്തിട്ടില്ലാത്തത് കൊണ്ട് ഞാൻ ഇടുന്ന ലോങ് വീഡിയോസിൽ ഏറ്റവും ലെങ്ത് കൂടിയ വീഡിയോ ഇതായിരിക്കും കേട്ടോ. അപ്പോൾ ഇതിലെന്തെങ്കിലുമൊക്കെ കുറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ക്ഷമിച്ച് കിട്ടേക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ പിന്നെ നമ്മൾ റൂമിലെത്തി ഒരു കുളിയൊക്കെ പാസ്സാക്കി ഈ ഒരു ക്യാൻഡി ജാനു ദുബൈയിൽ നിന്ന് വാങ്ങിയതാണ് കേട്ടോ. എന്തിനാണെന്ന് എനിക്കറിയില്ല, എനിക്ക് തോന്നുന്നു ഇതിൻ്റെ ഭംഗി കണ്ടിട്ട് അങ്ങോട്ട് എടുത്തതാണെന്ന് തോന്നുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മുടെ ഒരു വീഡിയോയിൽ ഇത്രയൊക്കെ ഉള്ളൂ. ഒരു 8:15 ആയപ്പോഴത്തേക്ക് നമ്മൾ കിടക്കാനുള്ള പരിപാടിയൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയൊരു വീഡിയോയിൽ കാണുന്നതിന് ബൈ ബൈ.